ആരാധകർ ഏറെയുള്ള താരപുത്രനാണ് മാധവ് സുരേഷ്. അച്ഛനായ സുരേഷ് ഗോപി BJP നേതാവായതുകൊണ്ട് തന്നെ പലപ്പോഴും മാധവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും വരാറുണ്ട്. ഇതിനെതിരെ മാധവ് തുറന്നു പറയുന്നതും ഏറെ ശ്രദ്ധേയമാണ്. അടുത്തിടെയാണ് വോക്സ്വാഗൻ ഗോൾഫ് GTI കേരളത്തിൽ വിപണിയിലെത്തിയത്. ലോകത്തുടനീളം വോക്സ്വാഗന്റെ ഏറ്റവും അധികം ജനപ്രീതി സ്വന്തമാക്കിയിട്ടുള്ള വാഹനമാണ് ഗോൾഫ് GTI. ഈ വാഹനത്തിന്റെ 8ാം തലമുറ മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. 52.99 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില. വോക്സ്വാഗൻ ഇന്ത്യയിൽ എത്തിക്കുന്ന 2ാമത്തെ GTI മോഡലാണ് ഗോൾഫ് GTI. മുൻപ് പോളോയുടെ 3 ഡോർ GTI മോഡൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. വോക്സ്വാഗന്റെ 2.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത്. 265 HP പവറും 370 Nm ടോർക്കുമാണ് എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്ന കരുത്ത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 5.9 സെക്കൻഡിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനുള്ള ശേഷിയും ഗോൾഫിനുണ്ട്. ഇത് സ്വന്തമാക്കാനുള്ള മത്സരമാണ് ഇപ്പോൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ വാഹനപ്രേമികൾക്കിടയിൽ നടക്കുന്നത്. കേരളത്തിൽ ഗോൾഫ് GTI ആദ്യ ഉടമയായത് നടൻ ജയസൂര്യയാണെങ്കിലും നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ എത്തിയത് 2 ഗോൾഫ് GTI ആണ്. സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷാണ് ഒരു ഗോൾഫ് സ്വന്തമാക്കിയതെങ്കിൽ ആ കുടുംബത്തിലെ 2ാമത്തെ ഗോൾഫിന്റെ ഉടമ അദ്ദേഹത്തിന്റെ മരുമകനായ ശ്രേയസ് ആണ്. എന്നാൽ വാഹനം എടുത്തതിന് പിന്നാലെ മാധവ് സുരേഷിന് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ട്രോളുകളും വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും നേരിടേണ്ടി വന്നു. ഇതിനു പിന്നാലെ തന്നെ ഇത്തരം വിമർശനങ്ങളിൽ പ്രതികരിക്കുകയാണ് മാധവ്. സ്വന്തം നിലയ്ക്ക് വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവനാണ് താനെന്നും പണത്തെ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാധവ് വ്യക്തമാക്കി. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ഈ അടുത്ത കാലത്ത് താനൊരു വണ്ടി എടുത്തിരുന്നുവെന്നും അന്ന് പലതരത്തിലുള്ള കമന്റുകളും വന്നിരുന്നുവെന്നും താൻ ലോൺ എടുത്താണ് വണ്ടി എടുത്തതെന്നും താൻ പണിയെടുത്ത് വേണം ലോൺ അടയ്ക്കാൻ എന്നാണ് താരം പറയുന്നത്. അച്ഛന്റെ പണം തനിക്ക് വേണ്ടതില്ല എന്നും അച്ഛനുണ്ടാക്കി വെച്ചത് അച്ഛന്റെ റിട്ടയർമെന്റ് ലൈഫിനാണ്, അല്ലെങ്കിൽ തന്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനാണെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. സാമ്പത്തികമായി താൻ പരാജയപ്പെട്ടാൽ തനിക്കൊരു സഹായമായി അത് കാണുമെന്നും അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ലെന്നും താൻ മനസ്സിലാക്കുന്നുവെന്നും മാധവ് പറയുന്നു. പക്ഷേ അതിന്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ലെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. തനിക്ക് വരുന്ന ഹെയ്റ്റ് കമന്റുകളെക്കുറിച്ചും ട്രോളുകളെക്കുറിച്ചും സംസാരിച്ച മാധവ് സുരേഷ് ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ലെന്നാണ് പറയുന്നത്. സ്വന്തം ജീവിതത്തിനാണ് താൻ ശ്രദ്ധ നൽകുന്നത്. തനിക്ക് വരുന്ന ഹെയ്റ്റിന്റെ പ്രധാന കാരണം അച്ഛൻ BJP മന്ത്രിയായതാണെന്നും മാധവ് സുരേഷ് പറയുന്നുണ്ട്. അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ലെന്നും മാധവ് സുരേഷ് തുറന്നടിച്ചു പറയുന്നു. സുരേഷ് ഗോപി നായകനായി എത്തുന്ന പുതിയ ചിത്രം JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളീയനിൽ മാധവ് സുരേഷ് എത്തുന്നുണ്ട്. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തിറങ്ങിയിരുന്ന ചിത്രം പ്രദർശനാനുമതി ലഭിക്കാത്തതിനാൽ നീണ്ടുപോവുകയാണ്.